വളരെ ബ്ലണ്ടായിട്ട് എനിക്ക് പറയാം, ചലഞ്ച് ചെയ്യേണ്ട ഒരു ചലഞ്ച് തൊട്ടെ. ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ 600 താഴെയുള്ള ഒരു ആൾക്കും ആന്ത്രപ്രന്യൂറിയൽ ലെവലിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദി ഡോക്ടറല്ല. പല ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം അതാണ്. ഈ ഡോക്ടർമാരുടെ മുകളിൽ ഇത്രമാത്രം പഴികൾ വരുന്നു, അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞത് റീഗെയിൻ ചെയ്യാനാണ് നമ്മളുടെ ഡോക്ടർമാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. 2017-18 ഞാൻ ഈ ബയോ ഹാക്കിങ്, ഈ പറയുന്ന ലോഞ്ചവിറ്റി, ഹ്യൂമൻ ലോഞ്ചവിറ്റി, കൂടുതൽ കാലം എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം, ഇതിലേക്കൊക്കെ എൻ്റെ ശ്രദ്ധ പോയത് ആ സമയത്താണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ 50കളിലേക്ക് എടുക്കുകയാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വഴിയുള്ള മരണങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് സയൻസ് പ്രൂവ് ചെയ്യുന്നത്. ഒരു 2 ml സലൈവയിൽ നിന്ന് നിങ്ങളുടെ ജീനുകളെ ഡീകോഡ് ചെയ്യാം. DNA ഡീകോഡ് ചെയ്ത് അതിനകത്തു നിന്നുള്ള ജീനുകൾക്കകത്തുള്ള ഇൻഫർമേഷൻ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, നമുക്ക് ഓരോ ന്യൂട്രിയൻസും എങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻ, അത് അത്രയും ഡേറ്റ നമുക്കിപ്പോൾ റിട്രീവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. താങ്കൾ അടുത്തിടെ പറയണ്ടായി 2045 ആകുമ്പോൾ മരണം നമുക്ക് വേണോ വേണ്ടോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാന്ന്. ബയോ ഹാക്കിംഗ് വിദഗ്ധൻ, ട്രാൻസ്ഫോർമേഷണൽ സ്പെഷ്യലിസ്റ്റ്, മാനേജ്മെന്റ് ഗുരു പറഞ്ഞു വരുന്നത് ഡോക്ടർ സജീവ് നായരെ കുറിച്ചാണ്. അദ്ദേഹമാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. താങ്കളൊരു സീരിയൽ എന്റർപ്രണർ ആണ്. എത്രാമത്തെ സംരംഭമാണ് ശരിക്കും? 5-മത്തെ 6-മത്തെയോ ആയിരിക്കണം, 5 തോന്നുന്നു. എന്തുകൊണ്ടാണോ ഇങ്ങനെ സംരംഭങ്ങൾ മാറി പുതിയതിലേക്ക് പരീക്ഷണം നടത്തുന്നത്? അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ സീരിയൽ ആന്റർപ്രന്യൂർ എന്ന് പറയുന്നത് ചില ആൾക്കാർ വളരെ ഭംഗിക്ക് അവരുടെ പേരിന് താഴെ എഴുതാറുണ്ട്. അത്ര സുഖമുള്ള ഒരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നാറില്ല. പരാജയപ്പെട്ടിട്ട് പോകുന്നവരുണ്ട്, വിജയിച്ചവരാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് തന്നെ ബിൽഡ് ചെയ്ത് വലിയൊരു സംഭവമാക്കി മാറ്റുന്നതൊക്കെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഓരോരുത്തരുടെയും രീതിയാണ്. എന്റെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയാണ്. ഞാനൊരു ഒരു ഹാർഡ് കോർ ബിസിനസ്മാൻ ആണെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എനിക്ക് ഒരു മാനേജ്മെന്റ് റോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഓഫീസിൽ പോയി ഇരിക്കുന്ന വലിയ താല്പര്യമില്ല. ആൾക്കാരെ മാനേജ് ചെയ്യാൻ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അതിനെ പുതിയ പലരും ചെയ്യാത്തത്, റോഡ്സ് ലെസ് ട്രാവൽഡ് എന്ന് പറയില്ലേ, അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുവരെ ചെയ്തതെല്ലാം തന്നെ ആരും ചെയ്യാത്ത പണികളെ ചെയ്തിട്ടുള്ളൂ. ഓരോരുത്തർ എനിക്ക് മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ എങ്ങനെ എന്തൊരു മൈൻഡ് റീ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവാം. ഇപ്പം ഞാൻ ആക്ച്വലി ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണെങ്കിൽ മൂന്നാറിൽ നമ്മൾ തീരുമാനിച്ചു കോൺക്രീറ്റ് ചെയ്യില്ല, എക്സ്കവേറ്റ് ചെയ്യില്ല. അങ്ങനെ തീരുമാനമെടുത്തിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു റിസോർട്ടാണ് നേച്ചർ സോൺ എന്ന് പറഞ്ഞ റിസോർട്ട്. അത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു റിസോർട്ടാണ്. ഇപ്പം അത് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാറില്ല. അത് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഒരു അങ്ങനത്തെ ഒരു പീസ് വേറെ ഇല്ല, വേറെ ആരും ചെയ്തിട്ടില്ല. ട്രീ ഹൗസസും ഒക്കെ ആയിട്ട് പക്ക മരത്തിന് മുകളിൽ തന്നെയാണ് ഹൗസ്. 2008 ഞാൻ ബ്രഹ്മ സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് 1-2 വ്യക്തികൾ, വളരെ പ്രഗത്ഭരായിട്ടുള്ള 1-2 വ്യക്തികൾ മാത്രം കേരളത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ ആരും ശ്രമിച്ചിരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് എന്ന് പറയുമ്പം KPMG അല്ലെങ്കിൽ McKinsey ഒന്നും ഇവിടെയുള്ള സാധാരണ ബിസിനസ്സുകാർക്കൊന്നും അടുക്കാൻ പറ്റുന്ന പോലുമല്ല. നമുക്കിവിടെ ഉള്ള ചെറുകിട ബിസിനസ്സുകാർക്ക് അവർക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ബ്രഹ്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2008 മുതൽ ഒരു 2011 വരെ ഞാൻ ഹാൻഡ്സ് ഓൺ തന്നെ ക്ലയൻസുമായി മീറ്റ് ചെയ്യുകയും അവരുടെ കൂടെ വർക്ക് ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ലൊരു ടീം ആ സമയം കൊണ്ട് തന്നെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ എൻറ്റയർലി അതൊരു സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു ഗുണം എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മനുഷ്യരെ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ എംപവർ ചെയ്യും. ദൈവം അനുഗ്രഹിച്ച് അത്തരത്തിൽ നല്ല ആൾക്കാർ എന്നോടൊപ്പം വരുന്നു, അവർ ആ സ്ഥാപനത്തെ വലിയ ലെവലിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ ബിസിനസ് മാറി നിന്നിട്ടില്ല, അതൊക്കെ ഒപ്പം എല്ലാം ഉണ്ടാവില്ല. നമ്മുടെ തന്നെ ബിസിനസ് ഒക്കെ നമ്മുടെ ആയിരിക്കും. പക്ഷെ അങ്ങനെ എൻ്റെ ഒരു സ്ഥാപനത്തിലും എൻ്റെ ബിസിനസ് അവരുടെ ബിസിനസ് രീതിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ചില സ്ഥാപനങ്ങളിലെ അവിടുത്തെ എംപ്ലോയീസിന് ഒരുപക്ഷെ എൻ്റെ ആണോ സ്ഥാപനം എന്ന് പോലും അറിയില്ലായിരിക്കും. അപ്പൊ അത് നമ്മളങ്ങനെ നമ്മുടെ ആവശ്യം അതല്ല. നമുക്കതൊരു ക്രിയേറ്റീവ് ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. താങ്കൾ അടുത്തിടെ പറയണ്ടായി 2045 ആകുമ്പോൾ മരണം നമുക്ക് വേണോ വേണ്ടോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാന്ന്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ പറഞ്ഞതല്ലത്, ഞാൻ വേറൊരാളെ കോട്ട് ചെയ്തതാണ്. അതായത് ജോസ് കോഡിയാറോ എന്ന് പറയുന്ന ഒരു ജെനറ്റിസിസ്റ്റ് ഉണ്ട്. അപ്പം അദ്ദേഹം നോബൽ പ്രൈസ് ലോറേറ്റ് ആണ്. ഡേവിഡ് വുഡ് അവരെഴുതിയൊരു പുസ്തകമുണ്ട്, ഡെത്ത് ഓഫ് ഡെത്ത്.
ഈ പുസ്തകത്തിൽ പറയുന്നതാണ് ബൈ 2045 ഡെത്ത് വിൽ ബി ഓപ്ഷണൽ. അതായത് മരണം നമുക്ക് ഓപ്റ്റ് ചെയ്യാം, വേണോ വേണ്ടോ തീരുമാനിക്കാം. അത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ജെനറ്റിക്സിൽ വന്നിട്ടുള്ള മേജർ അഡ്വാൻസ്മെന്റ് ആണ് ഇപ്പോൾ. നമ്മൾ പണ്ട് ജെനറ്റിക്സ് എന്ന് പറയുമ്പം ബേസിക്കലി അസുഖങ്ങൾ വന്ന ശേഷം അതിന്റെ ഡീപ്പ് റൂട്ട്, അതിന്റെ കോസ് കണ്ടുപിടിക്കാൻ പോകുന്നതായിരുന്നു. ഇപ്പോൾ ഒരാൾ ക്യാൻസർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീനുകളെ ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്ന് ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരാനിരിക്കുന്ന അസുഖങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി ഏത് തരത്തിലുള്ള ജീൻ വേരിയൻസ് അല്ലെങ്കിൽ ജീൻ മ്യൂട്ടേഷൻ കൊണ്ടാണ് ഈ അസുഖങ്ങൾ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തടയിടുന്ന രീതി, അതിന്ന് വളരെയധികം വേൾഡ് ഓവർ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ 2020 മുതൽ ഞാൻ ഫൗണ്ട് ചെയ്തിട്ടുള്ള കമ്പനി വി റൂട്ട്സും ഞങ്ങളും ചെയ്യുന്ന ആ ഒരു മോഡലാണ്. അപ്പോൾ അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണല്ലോ മരണങ്ങൾക്ക് കാരണമായി മാറുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുക, വരാൻ സാധ്യതയുള്ളവ. അതിലെ ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പം കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, അങ്ങനെ അതിന് പറ്റുന്ന ഒരു ജീൻ വേരിയന്റ് അയാൾ ഉണ്ടോ? ഇപ്പോൾ ഒരാളിൽ ജീൻ വേരിയന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാൾക്ക് ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് അറിയേണ്ടത്, എനിക്ക് ഈ പറയുന്ന ജീൻ, എൻ്റെ ഉള്ളിൽ ആ ജീൻ വേരിയന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അർത്ഥം ആ ജീൻ വേരിയന്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉണർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെ ഉണർത്തുന്ന അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് കണ്ടെത്തുക, അതിന് ട്രിഗർ എന്ന് പറയും. ഈ ട്രിഗറിനെ കണ്ടെത്തി ആ ട്രിഗർ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമം, എക്സസൈസിൽ ചെയ്യാവുന്നത് ചെയ്യേണ്ടാത്തത്, ഭക്ഷണത്തിൽ തന്നെ കഴിക്കാവുന്നത് കഴിക്കേണ്ടാത്തത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുക. അതിനെ എപ്പിജെനറ്റിക്സ് എന്ന് പറയും. ജീനിനെ പുറത്തുനിന്ന് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. എപ്പി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന്. അപ്പോൾ അത്തരത്തിലുള്ള എപ്പിജെനറ്റിക് മോഡിഫിക്കേഷനിലൂടെ ഈ ട്രിഗറിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെയും നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ, അതിപ്പോൾ ഓൾറെഡി സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ മൂലമുണ്ടാവുന്ന മരണം, ഇൻഫെക്ഷ്യസ് ഡിസീസ് വഴി ഉണ്ടാകുന്നത് വേറെയാണ് കേട്ടോ. അത് നമ്മൾ അവിടെ സംസാരിക്കുന്നില്ല. വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രം അങ്ങനെ മരിക്കുന്നുള്ളൂ. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വഴിയുള്ള മരണങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് സയൻസ് പ്രൂവ് ചെയ്യുന്നത്. അതാണ് 2045 ആകുമ്പോഴേക്കും ഇതറിയണം. പല ആൾക്കാരും ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് നടക്കുന്ന പോലും അറിയില്ല. ഇതറിയുന്ന ആൾക്കാർ അതിന് പറ്റുന്ന സ്റ്റെപ്പുകൾ ഇപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു ഓപ്ഷനായിട്ട് മാറാവുന്നതാണ്. ഇപ്പൊ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരുന്നു താങ്കൾ. അതിൽ നിന്നാണ് ഇങ്ങനൊരു രംഗത്തേക്ക് ഇപ്പൊ കടന്നിരിക്കുന്നത്. അതിന്റെ ഒരു എന്തായിരുന്നു, ഇങ്ങനെ ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? മോട്ടിവേഷണൽ സ്പീക്കിങ്ങിനേക്കാളും കൂടുതലായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ മോട്ടിവേഷൻ ആണെങ്കിലും എപ്പോഴും എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ആണ്. മനുഷ്യരിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുക. അത് മോട്ടിവേഷണൽ പ്രോഗ്രാമുകളിലൂടെ ആ മാറ്റം ഉണ്ടാവുന്നുണ്ടാവും. പലപ്പോഴും മോട്ടിവേഷണൽ പ്രോഗ്രാമുകളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ ഒരു എന്താ പറയുക, എക്സ്റ്റെൻഡ് വളരെ കുറവാണ്. ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ അവർ വീണ്ടും നോർമൽ ലെവലിലേക്ക്, കാരണം ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് ഈ മോട്ടിവേഷന് ഇന്ന് കാണുന്ന ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പല മോട്ടിവേഷണൽ പ്രോഗ്രാമുകളുടെയും കോർ എന്ന് പറയുന്നത് മനസ്സിനെ ബേസ് ചെയ്തിട്ടാണ്, മൈൻഡിനെയാണ്. മൈൻഡ് പവർ കൂട്ടുക, അതൊക്കെയാണല്ലോ കൂടുതലും ചെയ്യുന്നത്. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 1960-കൾക്ക് മുമ്പ് വരെ മനുഷ്യരുടെ വിജയത്തെക്കുറിച്ച്, എന്തുകൊണ്ട് ചില ആൾക്കാർ വിജയിക്കുന്നു, എന്തുകൊണ്ട് ചില ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല, ഇതിന് പിന്നിലൊരു ശാസ്ത്രമോ ഇതിൻ്റെ ഒരു പാറ്റേൺ ആർക്കും കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. കാരണം അതൊക്കെ ഭാഗ്യമാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു പോയിരുന്നത്. 1960-ലാണ് ശരിക്കും പറയുകയാണെങ്കിൽ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം വരുന്നത്, ഡോക്ടർ ജോസഫ് മർഫിയുടെ. ഇവിടുന്ന് ഒരു റെവല്യൂഷൻ തുടങ്ങുകയാണ്. അതായത് മൈൻഡിനെ എംപവർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പലതും നേടാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക ചെയ്യാം. 1960-കൾ അതിനെ ബേസ് ചെയ്താണ് ഇന്നും പല പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സയൻസ് ഒത്തിരി മാറിപ്പോയി, വികസിക്കുകയും ചെയ്തു, ഒത്തിരി മാറിപ്പോവുകയും ചെയ്തു. കാരണം നമ്മൾക്ക് ഈ 1960-കളിൽ ബ്രെയിനിന്റെ ഫംഗ്ഷനുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ബ്രെയിൻ ഉണ്ടെന്നറിയാവുന്നല്ലാതെ ഇതിന്റെ ഫംഗ്ഷൻ ഒന്നും അറിയില്ല. 1990-കൾക്ക് ശേഷമാണ് ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട ശാസ്ത്രം ഇത്രമാത്രം വികസിച്ചത്. പറയപ്പെടുന്നത് നമുക്ക് ഇന്നും നമ്മളുടെ ബ്രെയിനിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളിൽ 90% 1990-ന് ശേഷം കണ്ടുപിടിക്കപ്പെട്ടവയാണ്. അപ്പോൾ ഒരു വളരെ നേസൻ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് തിയറികളിനേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യമാവുന്നത് ന്യൂറോ സയൻസ് ആണ്.
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറെ കൂടെ നമുക്ക് അറിയാവുന്ന ഒരു ഓർഗനാണ്, നമ്മുടെ കയ്യിലുള്ള ഒരു ഓർഗനാണ്. ഈ ഓർഗനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. പല ആൾക്കാരുടെ ധാരണ സ്വന്തം ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ബൈസെപ്സ് ട്രെയിൻ ചെയ്യാൻ പറ്റും, ബാക്കിയെല്ലാം, പക്ഷെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. മാത്രവുമല്ല, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ട്രെയിനബിൾ ഓർഗൻ ബ്രെയിനാണ്. തലച്ചോറിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, അതിന്റെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് വിചാരിക്കുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു കടപ്പാട് എന്റെ ബൈസെപ്സിനോടോ എന്റെ ട്രൈസെപ്സിനോടോ ഇല്ല, അതൊക്കെ വേറെയാണ്. പക്ഷെ ബ്രെയിൻ വരുമ്പോൾ ഞാനും ബ്രെയിനും ഒന്നാന്നുള്ള ധാരണ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എനിക്ക് ദേഷ്യം വരുന്നു, ഞാൻ അപ്സെറ്റ് ആണ്, ഞാൻ ഡൗൺ ആണ്, ഞാൻ അപ്പാണ്. ആക്ച്വലി ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ പലതരത്തിലുള്ള ന്യൂറോ കെമിക്കലിന്റെ ഏറ്റക്കുറച്ചിലുകളായിരിക്കും. ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് ചില ന്യൂറോ കെമിക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ബ്രെയിനിനെ നമ്മളെ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അപ്പം കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഇതിനെ ഞാൻ ട്രെയിൻ ചെയ്യാൻ പോകണമെന്ന് തീരുമാനിക്കുക. രസകരമായൊരു കാര്യം, ഞാൻ ബൈസെപ്സ് ട്രെയിൻ ചെയ്യാനായിട്ട് ജിമ്മിൽ പോയിട്ട് 3 മാസം ബൈസെപ്സ് ട്രെയിൻ ചെയ്തു. ഒന്ന് ബൈസെപ്സ് ഒക്കെ ഒന്ന് പച്ച പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ് പോകുന്നില്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് പഴയ പോലെ ആവും. പക്ഷെ ബ്രെയിനിനെ ഒരിക്കൽ ട്രെയിൻ ചെയ്താൽ പിന്നെ ഒരിക്കലും മാറത്തില്ല. കാരണം പുകവലിച്ച ഒരാള് വളരെ കഷ്ടപ്പെട്ടാണ് പുകവലി പഠിച്ചെടുത്തത്. അത് പഠിച്ച് കുറേ നാൾ കഷ്ടപ്പെട്ട് ചുമയും കുറേയൊക്കെ ആയിട്ട് വലിച്ച് അതിന്റെ എക്സ്പേർട്ടായി മാറി. പിന്നെ ഇവന് വലിക്കാതെ നിർത്തിയില്ലാത്ത അവസ്ഥ എത്തിക്കോളും. അതാണ് ബ്രെയിനിന്റെ ഒരു ഗുണം. നമ്മൾ അറിയാതെയോ പല ട്രെയിനിങ്ങുകളും ബ്രെയിനിന് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കൂടുതലും വിനാശത്തിലേക്കുള്ള ട്രെയിനിങ്ങുകളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയ, മൊബൈൽ എടുത്തു വെച്ചിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. അത് ചെയ്യേണ്ടെന്നല്ല, ചില ആൾക്കാരെ സംബന്ധിച്ച് ഇതിൽ അഡിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് വളരെ ട്രെയിൻഡായി, അവരുടെ ബ്രെയിൻ അത് ട്രെയിൻഡായി. അപ്പോൾ ഭക്ഷണം അകത്തോട്ട് കയറണമെങ്കിൽ തന്നെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ കയറാൻ പറ്റില്ല. പല റെസ്റ്റോറൻറ്റുകളിലും പോയി കഴിഞ്ഞാൽ സങ്കടകരമായ കാര്യമല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ചിട്ട് അതിന് മുമ്പിൽ ഒരു മൊബൈൽ ഓൺ ചെയ്ത് ഒരു വീഡിയോ വെച്ചില്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ വന്നു. അതും ബ്രെയിൻ ട്രെയിനിങ് തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ ആ ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ന്യൂറോ സയൻസിലേക്ക് വളരെ ഫാസിനേറ്റഡ് ആയതും. അങ്ങനെ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ ഡിസൈൻ ചെയ്തു. ന്യൂറോ സയൻസിന് വളരെ ഫൗണ്ടേഷൻ ബേസിക്സിനെ ബേസ് ചെയ്ത് അതിൽ വളരെ ഡീപ്പറായിട്ട് കുറേ റിട്രീറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. നമ്മുടെ ഇവിടെ കുറേ ആന്റർപ്രന്യൂഴ്സൊക്കെ അതൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറച്ചുകൂടെ ഡീപ്പർ ലെവൽ സയൻസിലേക്ക് പോകുമ്പോഴാണ് ബ്രെയിൻ ഒറ്റയ്ക്ക് നിന്ന് ഫംഗ്ഷൻ ചെയ്യുന്ന ഒന്നല്ല, നമ്മുടെ ശരീരവുമായി ചേർന്ന് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ അതിന് ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബ്രെയിൻ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ന്യൂറോ സയൻസ്, ന്യൂറോളജി എന്ന് പറയുന്ന പോലെ തന്നെ ബയോളജിയും വളരെ ക്രിട്ടിക്കലാണ്. അവിടെയാണ് ഞാൻ കൂടുതൽ പാഷനേറ്റ് ആയിട്ട് ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, ഒരു 2017-18 ഞാൻ ഈ ബയോ ഹാക്കിങ്, ഈ പറയുന്ന ലോഞ്ചവിറ്റി, ഹ്യൂമൻ ലോഞ്ചവിറ്റി, കൂടുതൽ കാലം എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം, ഇതിലേക്കൊക്കെ എൻ്റെ ശ്രദ്ധ പോയത് ആ സമയത്താണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ 50കളിലേക്ക് അടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് 50 കഴിഞ്ഞിട്ട് എങ്ങനെ പഴയതിനേക്കാൾ കൂടുതൽ ശക്തമായി നിൽക്കാൻ പറ്റും, എങ്ങനെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടിയുള്ള എൻ്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ ആ രംഗം പഠിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ലോഞ്ചവിറ്റിയെ കുറിച്ചും ബയോ ഹാക്കിങ്ങിനെ കുറിച്ചും പഠിച്ചപ്പോൾ വളരെ പാഷനേറ്റ് ആയി എന്ന് മാത്രമല്ല, അത് മനുഷ്യർക്ക് ഒത്തിരി പ്രയോജനമുള്ള കാര്യമാണെന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ ഒരു പുസ്തകം എഴുതിയത്. പിന്നീടാണ് ഈ ഒരു ബയോ ഹാക്കിംഗ്, ഈ പറയുന്ന നമുക്കിപ്പോൾ ഒരു ബയോ ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാള് നമ്മൾ സ്വയം നമ്മുടെ ബയോളജി ഹാക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് കോഡ് വേണമല്ലോ. ഈ ബയോ ഹാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളൊരു ഹാക്കറായി മാറുകയാണോ? നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഹാക്കറായി മാറുകയാണോ? ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി എന്നാണ് പറയുക. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ചാർജ്, ടേക്കിംഗ് കൺട്രോൾ എന്നല്ലേ ഹാക്കിംഗ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആണല്ലോ ഹാക്കിങ്ങിന്റെ അർത്ഥം. നമ്മുടെ സ്വന്തം ബയോളജിയുടെ നമ്മൾ തന്നെ ഹാക്ക് ചെയ്യുന്ന അവസ്ഥ. അത് വളരെ രസകരമായി ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പദപ്രയോഗമായിട്ട് മാത്രം കരുതിയാൽ മതി. അതൊരു സെൽഫ് മെഡിക്കേഷൻ ഒന്നും അല്ല. പല ആൾക്കാരും ധാരണ ഇത് ഇനി ഡോക്ടർമാരെ മാറ്റിവെച്ച അങ്ങനെയല്ല. നമുക്ക് തന്നെ നമ്മളുടെ ബയോളജി, നമ്മുടെ ശരീരത്തിന്റെ ഫംഗ്ഷനെ മനസ്സിലാക്കുകയും അവെയർ ആകുകയും അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമ്പോൾ അതൊരു ബയോ ഹാക്കിംഗ് പ്രോസസ്സാണ്. സിമ്പിളായിട്ട് ചില ആൾക്കാർ ബയോ ഹാക്കിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഉള്ള സാധനം എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എക്സ്പെൻസീവ് അല്ല, നമുക്ക് സാധാരണക്കാർക്ക് പോലും ചെയ്യാവുന്ന ഒരു സാധനമാണോ? ശ്വാസം പോലും പ്രോപ്പറായിട്ട് വലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബയോ ഹാക്കിംഗ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ വെറുതെ ഒന്നും വേണ്ട. നമ്മള് ഇപ്പൊ ഒത്തിരി ബയോ ഹാക്കിങ്ങിൽ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു മെത്തഡോളജി ഉണ്ട്, ഗ്രൗണ്ടിങ്, എർത്തിങ് എന്നൊക്കെ പറയും. പേര് കേൾക്കുമ്പോൾ വളരെ രസകരമാണ്. വേറൊന്നുമില്ല, നമ്മൾ ചെരുപ്പിടാതെ മണ്ണിൽ കൂടെ നടക്കുന്നതിനാണ് ഈ പറയുന്നത്. നമ്മൾ മറന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എറണാകുളത്തോ ദുബായിലൊക്കെ പോട്ടെ, എറണാകുളത്ത് പോലും പല ആൾക്കാരോട് ഞാനിത് സംസാരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ടൈം എന്നാണ് മണ്ണിൽ തൊട്ടത്, അല്ല ഞാൻ ഫ്ലാറ്റിൽ ഞാൻ ചെരുപ്പിടാതെ നടക്കാറുള്ളത്. ഫ്ലാറ്റ് പക്ഷേ വിട്രിഫൈഡ് ടൈൽസ് ആണ്. മണ്ണിൽ തൊട്ടത് എപ്പോഴാണ് പലരും ആലോചിക്കുന്നത്.
സോ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇത് ശരിക്കും നമ്മുടെ എർത്തുമായിട്ട് കണക്റ്റഡ് ആവേണ്ടതാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനും എർത്ത് ചെയ്യൂലേ? അതെ. നമ്മുടെ ശരീരം വലിയൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇതിന് യാതൊരു എർത്തിങ്ങും ഇല്ലെങ്കിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഞാനിത് ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ പല ആൾക്കാർ ഈ കൈക്കും കാലിനും തരിപ്പെന്ന് പറഞ്ഞ ഒത്തിരി ആൾക്കാർ ന്യൂറോബയോൺ പോലുള്ള മരുന്നൊക്കെ വാങ്ങി കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇത് പല ആൾക്കാർക്കും ഈ ഒരു ഒറ്റ പ്രോസസ്സ് ആഴ്ച 2-3 ദിവസം ചെരുപ്പിടാതെ മണ്ണിക്കൂടെ, മണ്ണെന്ന് പറയുമ്പോൾ നമ്മളുടെ പുല്ലിലൂടെയോ മണ്ണിലൂടെയോ ബീച്ചിലൂടെയോ ഒക്കെ നടക്കുന്നതിലൂടെ തന്നെ അവർക്ക് ആ ഈ പറയുന്ന ഈ പിൻസ് ആൻഡ് നീഡിൽസ് എന്ന് പറയും, തരിപ്പ്, അതിന് ഒത്തിരി റിക്കവറി വന്ന ഒത്തിരി കേസുകൾ എനിക്കറിയാം. അപ്പോൾ ബേസിക്കലി ഇതേപോലുള്ള പലതും ഇപ്പം വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് ഇപ്പം ബയോ ഹാക്കിംഗ് എന്നുള്ള വാക്ക് വെസ്റ്റേൺ വേൾഡിൽ നിന്ന് വന്നതാണ്. അത് അവർക്ക് നന്നായിട്ട് ബ്രാൻഡ് ചെയ്യാൻ അറിയാം എന്തിനേയും. ഇതിന്റെ ഒറിജിനൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നതാണ്. ഇപ്പം അതിനകത്ത് പറഞ്ഞ ഫെർമെന്റഡ് ഫുഡ്, എവിടെയാണ് ഫെർമെന്റഡ് ഫുഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? നമ്മൾ കേരളത്തിലാണ്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതൊക്കെ ഇത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ബ്രെത്ത് വർക്ക്, അവർ നമ്മളുടെ ശ്വാസം ശരിയായ രീതിയിൽ കൺട്രോൾഡ് ആയിട്ട് അകത്തേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുന്നതിന് ബ്രെത്ത് വർക്ക് എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യുകയും, ഇന്ന് ആക്ച്വലി സ്പെയിനിൽ ഒരു കമ്പനി തന്നെ ഉണ്ട്, ഏകദേശം $100 million ഒരു കമ്പനിയുണ്ട്. അത് ഈ ബ്രെത്ത് വർക്കാണ് അവരുടെ പ്രോഡക്റ്റ് തന്നെ. നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ അറിയില്ല, നമ്മളെല്ലാം വളരെ ഇതായിട്ട് വെച്ചു. പിന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അത് വലിയൊരു ഇന്നത്തെ ഒരു ബയോ ഹാക്കിംഗ് ടൂളാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് നമ്മളിവിടെ ഉപവാസം എന്ന് പറയുന്ന രീതിയിൽ വർഷങ്ങളായിട്ട് നമ്മൾ അനുവർത്തിച്ചിരുന്നതാണ്. തിങ്കളാഴ്ച വ്രതം, ഇതൊക്കെ നമ്മുടെ ബയോ ഹാക്ക് തന്നെയായിരുന്നു. പിന്നെ നമ്മളുടെ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമാകത്തുള്ളൂ. അപ്പൊ നമ്മളും ഇറക്കി വെച്ചു ബയോ ഹാക്കിംഗ് എന്ന് തന്നെ പറയുമ്പോഴാണ് കുറച്ചുകൂടി അതിനൊരു ഇമ്പാക്ട് കിട്ടുക. ഇതിപ്പോ നമ്മൾ ആയുർവേദം, യോഗ ഇതൊക്കെ ആയിട്ടുള്ളൊരു കണക്ടിവിറ്റി ഉണ്ടോ ഈ സാധനത്തിന്? ഒരു ഡിഫറൻസ് ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ഏകദേശം 2000 മുതൽ ഞാൻ വെൽനസ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ന്യൂട്രസ്യൂട്ടിക്കൽസ് വിൽക്കുക, പിന്നീട് ഞാൻ വെൽനസ് ക്ലിനിക്ക്, ഞാനും കൂടെ ജോയിന്റ് ആയിട്ട് ചേർന്നൊരു വെൽനസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വെൽനസ് രംഗത്തുള്ള ആളാണ്. ഈ വെൽനസ് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ആയുർവേദമാണ് കടന്നു വരുന്നത്. നല്ലതാണ്, കാരണം ലോകത്തിലെ ഏറ്റവും നല്ല വെൽനസ് മെത്തഡോളജി ആയുർവേദം തന്നെയാണ്. കാരണം ആയുർവേദം ഒരു വെൽനസ് മെത്തഡോളജി ആണ്. ആയുർവേദ ആചാര്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് വേ ഓഫ് ലിവിങ് എന്നാ പറയുക, അല്ലാതെ അതൊരു മരുന്നെന്നോ ട്രീറ്റ്മെന്റ് എന്നോ പോലും അല്ല പറയുന്നത്. നൗ ബയോ ഹാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ കാണുന്നത് ഇത്രേ ഉള്ളൂ. വെൽനസ്സിനേക്കാളും കൂടുതൽ മെഷേർഡ് ആണ് ബയോ ഹാക്കിംഗ്. അതായത് നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാം മെഷർ ചെയ്യാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 2 ml സലൈവയിൽ നിന്ന് നിങ്ങളുടെ ജീനുകളെ ഡീകോഡ് ചെയ്യാം. DNA ഡീകോഡ് ചെയ്ത് അതിനകത്തു നിന്നുള്ള ജീനുകൾക്കകത്തുള്ള ഇൻഫർമേഷൻ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, നമുക്ക് ഓരോ ന്യൂട്രിയൻസും എങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഇൻഫർമേഷൻ, അത് അത്രയും ഡേറ്റ നമുക്കിപ്പോൾ റിട്രീവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. വെറും ഉമിനീര്, ഒരു സെല്ല് കിട്ടിയാൽ മതി. ഉമിനീരോ എന്തെങ്കിലും ഒരു സെല്ലിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന, കാരണം നമ്മളുടെ ഒരു മനുഷ്യൻ നമ്മുടെ ജീവൻ തുടങ്ങുന്ന ഒരു സെല്ലായിട്ടാണല്ലോ. 23 ക്രോമസോം മാതാവിന്റെയും 23 ക്രോമസോം പിതാവിന്റെയും ജോയിൻ ചെയ്തൊരു സെല്ലുണ്ടായി, സൈഗോട്ട് എന്ന് വിളിച്ചു. ഈ സെല്ലാണ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് 60 ട്രില്യൺ സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുള്ളത് മുഴുവൻ, പുതിയ പുറത്തുനിന്ന് വന്നൊന്നും അല്ല. ഒരു സെല്ല് എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി, അതിനകത്ത് നമുക്ക് DNA എക്സ്ട്രാക്ട് ചെയ്യാം, അതിനകത്ത് ജീനുകളെ ഡീകോഡ് ചെയ്യാം. സോ അത് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പോൾ. പിന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാം, ഇപ്പോൾ ഒരു ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്മാർട്ട് റിംഗ്, ഇതിപ്പോ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഈ സ്മാർട്ട് റിംഗ്, ഇത് സെൻസേഴ്സ് ആണ് ഇതിനകത്ത് മുഴുവൻ ഉള്ളത്. ഇതെന്റെ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതെന്റെ സ്ലീപ്പിനെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും എത്ര ഡീപ്പ് സ്ലീപ്പ് എത്രയുണ്ട്, REM സ്ലീപ്പ് എത്രയുണ്ട്, ലൈറ്റ് സ്ലീപ്പ് എത്രയുണ്ട്, ഉറക്കത്തിനിടയ്ക്ക് എത്ര തവണ ഉണർന്നു, നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഇതെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഉറക്കത്തിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു. ഉറക്കമൊക്കെ ഇപ്പൊ ഡോക്ടറിന്റെ അടുത്തേലും ചോദിക്കില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ, കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നതിന് പകരം എനിക്ക് വ്യക്തമായിട്ട് മെഷർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, എല്ലാം മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാൻ പറ്റും, പൾസ് റേറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഞാനൊരു 10 വർഷം മുമ്പ് 10-12 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, വലിയ വിദൂരത്തല്ലാത്തൊരു സമയമുണ്ട്. അന്ന് നിങ്ങളുടെ വീടിന്റെ കോളിംഗ് ബെല്ലിൽ ഒരാൾ വന്ന് അമർന്നു. കോളിംഗ് ബെൽ അടിച്ച് നിങ്ങൾ 12 മണിക്ക് ഉണർന്ന് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു മെഡിക്കൽ യൂണിഫോമിൽ നിൽക്കുന്ന ഒരാളുണ്ട്. അയാൾ പറയുന്നു, സാർ ആംബുലൻസ് ഉണ്ട്, കയറിക്കോളൂ, ഒരു 15 മിനിറ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് സാറിന് വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ അത്രയും മെഷർ ചെയ്യാവുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരു സ്മാർട്ട് റിങ്ങോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ചോ, ഇപ്പോൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്, TRIGR എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്പിനകത്ത് ആക്ച്വലി നമ്മളൊരു AI ബേസ്ഡ് ഫേഷ്യൽ സ്കാൻ ഉണ്ട്.
ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു 45 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 15 ഹെൽത്ത് പാരാമീറ്റേഴ്സ് FDA അപ്രൂവ്ഡ് ആണ്. 15 ഹെൽത്ത് പാരാമീറ്റേഴ്സ് അതിൽ തന്നെ അറിയാൻ പറ്റും. ഹാർട്ട് റേറ്റ് അറിയാം, പൾസ് റേറ്റ് അറിയാം, പ്രഷർ അറിയാം, ദേഹത്തൊടുക പോലും വേണ്ട. അപ്പൊ ഇത്രയും ഫേസ് സ്കാൻ മാത്രം എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും മെഷർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനുള്ള ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. പലർക്കും അറിയില്ല എന്നുള്ളൊരു സത്യമാണ്. ഇതൊന്നും എക്സ്പെൻസീവും അല്ല. അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് സംതിങ് വിച്ച് ക്യാൻ ബി മെഷർഡ് ആൻഡ് മോണിറ്റർഡ് ക്യാൻ ബി മാനേജ്ഡ് എന്ന് പറയും. മെഷർ ചെയ്യുകയും മോണിറ്ററിങ് ചെയ്യുന്നതിന് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിതെല്ലാം മെഷർ ചെയ്യാൻ പറ്റുകയാണ്, ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യാനും പറ്റുന്നെങ്കിൽ പിന്നീട് എനിക്ക് കുറച്ച് ബേസിക് നോളജും കൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് ബയോ ഹാക്കിങ്ങും സാധാരണ വെൽനസ്സുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബയോ ഹാക്കിംഗ് ഈസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ടെക്നോളജി. സാധാരണ വെൽനസ്സിനെ ടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടി കുറച്ചുകൂടി നന്നായിട്ട് മെഷർ ചെയ്യുകയും മോണിറ്ററിങ് ചെയ്താൽ അതിനെ ബയോ ഹാക്കിംഗ് എന്ന് പറയും. ഇപ്പൊ താങ്കൾ ഈ വിയറബിൾ ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞു, ആപ്പിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇതില് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് എടുത്തിട്ട് നമ്മളുടെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ പറഞ്ഞ 15 കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞു, അത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ നമുക്കൊരു വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് അവോയ്ഡ് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഒന്നാമത്തെ നമുക്കറിയാം, ഹോസ്പിറ്റലിലെ തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സിന്റെ തിരക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും പല ഇൻഡിക്കേഷൻസും സിംറ്റംസും ഭയന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വെറുതെ അവരുടെയും കൂടെ ടൈം വേസ്റ്റ് ആവുക ചെയ്യുക. ബേസിക്കലി ഇതിൽ ഒരു ബേസിക് ലെവൽ ഓഫ് അസസ്മെന്റ് നമുക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഡയഗ്നോസ്റ്റിക് ടൂളൊന്നും അല്ല. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു ബേസിക് ലെവൽ അസസ്മെന്റിനുള്ള ടൂളുകളാണ് ഇതിൽ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ബയോ ഹാക്കിംഗ് സെന്റേഴ്സ് ആണ് നമുക്കുള്ളത്. അവിടെ എന്തൊക്കെ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്? നമുക്ക് ആക്ച്വലി ഈ ബയോ ഹാക്കിങ്ങിന്റെ പ്രോസസ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്യാനായിട്ടാണ് സെന്റേഴ്സിന്റെ ആവശ്യം വരിക. നമുക്ക് തന്നെ പല കാര്യങ്ങളും സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫെർമെന്റഡ് ഫുഡ് ആണെങ്കിലോ, ഗ്രൗണ്ടിങ് ആണെങ്കിലോ, അല്ലെങ്കിൽ സൺലൈറ്റ്, ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ആ മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ എന്നുള്ള പുസ്തകത്തിൽ തന്നെ ഒരു 200ഓളം ബയോ ഹാക്കിംഗ് ടിപ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്ന തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ചിലപ്പം ഇന്റർവെൻഷൻസ് വേണ്ടി വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ 2 തരത്തിലാണ്. ഒന്ന്, ഇപ്പം നമ്മൾ ലോഞ്ചിവിറ്റി എന്ന് പറയുമല്ലോ, നമ്മൾ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാനാണ് ലോഞ്ചിവിറ്റി എന്ന് പറയുക. അപ്പോൾ അതായത് ഞാൻ ആൾക്കാരോട് പറയാറുള്ളത്, നമ്മൾ ഇനി സ്വപ്നം കാണേണ്ടത് 100ാമത്തെ വയസ്സ് നിങ്ങളൊരു 5 കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞിട്ട് പേരക്കുട്ടികളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്ന ആ സീൻ കാണാൻ പറ്റുക. എല്ലാം ഉണ്ടാവണമല്ലോ, സമ്പത്തും ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ 100ാമത്തെ വർഷം ദാരിദ്ര്യത്തെ അനുഭവിച്ചത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ലോഞ്ചിവിറ്റി, ആ ഒരു ഹെൽത്തി ലോഞ്ചിവിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഒരുവിധം ആൾക്കാരൊക്കെ തന്നെ 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അവർ വന്നു പെട്ടിട്ടുണ്ടാവും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ പ്രൂവ് ചെയ്യുന്ന IT പ്രൊഫഷണൽസിൽ 84% ആൾക്കാർ ഫാറ്റി ലിവർ ഓൾറെഡി ഉണ്ടെന്നുള്ളതാണ്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ചെറിയ സാധനമല്ല, അതൊരു വലിയ മീനാണ്. അപ്പം കാരണം ഈ ഫാറ്റി ലിവറിന്റെ ആണെന്ന് ബാക്കിയുള്ള എല്ലാ മെറ്റബോളിക് പ്രോബ്ലംസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാറ്റി ലിവറിൽ നിന്നാണ്. അത് ഡയബറ്റീസിലേക്ക് പോകുന്നതോ ഒബേസിറ്റിയിലേക്ക് പോകുന്നതോ ലിവറിന്റെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ, ലിവർ സിറോസിലേക്ക് പോകുന്നതൊക്കെ ഫാറ്റി ലിവറാണ് തുടക്കം. അൺഫോർച്ചുനേറ്റ്ലി പണ്ടൊക്കെ ഫാറ്റി ലിവർ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ മറ്റേ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം നോൺ ആൽക്കഹോളിക് ആണ് എല്ലാം. നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെ എക്സസ് കൺസംഷനിൽ നിന്നും ലൈഫ് സ്റ്റൈലിന്റെ, ബേസിക്കലി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്നാണ് ഇന്നത്തെ ഫാറ്റി ലിവറിന്റെ ഉറവിടം. അപ്പോൾ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹെൽത്തി ലോഞ്ചിവിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്, ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റണം. റിവേഴ്സ് ചെയ്യണമെങ്കിൽ അതിനകത്ത് കുറച്ച് മെഡിക്കൽ ഇന്റർവെൻഷൻ ആവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡയറ്റ് പ്ലാൻ മാത്രം കൊണ്ടൊന്നും ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്ക് പറ്റുന്നുണ്ട്, പക്ഷെ പറ്റുന്നു വരില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ബയോഹാക്ക് സെന്റേഴ്സിന്റെ ഒരു റിലവൻസ് വരുന്നത്. ബയോഹാക്ക് സെന്റേഴ്സ് 2 കാര്യങ്ങളാണ്. ഒന്ന് റിവേഴ്സിൽ, 2 റിജുവനേഷൻ അല്ലെങ്കിൽ റിവൈവൽ എന്നാണ് പറയുക. അപ്പോൾ റിവേഴ്സിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഓൾറെഡി വന്നിട്ടുള്ള ആൾക്കാർക്ക് സയന്റിഫിക് ആയിട്ടുള്ള പല പ്രോസസ്സുകൾ ഉപയോഗിച്ച് മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ അതിനെ റിവേഴ്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫാറ്റി ലിവർ വന്നിട്ടുള്ള ആൾക്കാർ അതിന് റിവേഴ്സ് ചെയ്യുക, ഡയബറ്റിസ് വന്നിട്ടുള്ള ആൾക്കാർ അതിന് റിവേഴ്സ് ചെയ്യുക. അവിടെ അപ്പം പല പ്രോട്ടോകോൾസും ഉണ്ട്, ന്യൂട്രീഷണൽ IVs ഉണ്ട്. കൂടുതൽ ന്യൂട്രീഷനും ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്ത് തന്നെയാണ്. മോഡേൺ മെഡിസിനോ ഫാർമ ഡ്രഗുകളോ അധികം ഉപയോഗിക്കാതെ തന്നെ ചില കേസുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ അല്ലാതെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെ കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് വിത്ത്, പലപ്പോഴും ചില കേസുകളിലാണെങ്കിൽ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യും, അവരുടെ റൂട്ട് കോസ് അനലൈസ് ചെയ്യും, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള, ഇപ്പോൾ സപ്പോസ് ഒരു ഡയബറ്റീസ് മാത്രമായിരിക്കും അവർക്കുള്ളത്, പക്ഷെ അവർക്ക് മറ്റെന്തൊക്കെ റിസ്കിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് എപ്ലിമോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്.
അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ജനറ്റിക് ടെസ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് ഫ്യൂച്ചർ വരാൻ സാധ്യതയുള്ള ഡിസീസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഇനി വരാൻ സാധ്യതയുള്ള എന്തൊക്കെയുണ്ട്, അതിന് ഏതൊക്കെ തരത്തിലുള്ള ജീൻ മ്യൂട്ടേഷൻസ് അതിലുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ജീൻ മ്യൂട്ടേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് വരണമെന്നില്ല, അതിനെ ട്രിഗർ ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ട്രിഗറുകളെ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്. നമുക്ക് ആ പ്രോട്ടോക്കോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വെച്ച് ആൾക്കാർക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും. പ്ലസ് പലപ്പോഴും ഈ റിവേഴ്സൽ ഉപയോഗിക്കുന്നത് പല ന്യൂട്രീഷണൽ IVs നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മോഡേൺ ആയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്. പെയിൻ മാനേജ്മെന്റ് ഇന്നൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. എസ്പെഷ്യലി ഈ കമ്പ്യൂട്ടർ മുകളിലൊക്കെ ഇരുന്ന് എപ്പോഴും ചെയ്യുമ്പം ഷോൾഡർ പെയിന്, സ്പോണ്ടിലൈറ്റിസ്, നമ്മളവിടെ ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മളുടെ ഈവൻ മൈക്രോ മസിൽസിലുള്ള ഇൻഫ്ലമേഷൻസ് വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു. ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യൂർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇൻഫ്രാറെഡ് സോണുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഓവറോൾ സെല്ലുലാർ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യാനും കുറേയധികം ഡീടോക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. കോൾ പ്ലഞ്ച് 2 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള കോൾ പ്ലഞ്ച്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള പല മോഡേൺ എക്യുപ്മെന്റ്സ് അവിടെയുണ്ട് നമ്മുടെ കാക്കനാടുള്ള സെന്ററിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ. ഒന്ന് ഈ റിവേഴ്സൽ, 2 മറ്റ് ഒരു കൂടുതൽ ആൾക്കാർ വരുന്ന ഇപ്പോൾ ആൻട്രപ്രന്യൂവേഴ്സോ അതുപോലെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ. പെർഫോം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പെർഫോമൻസ് ഒന്നെങ്കിൽ അവരുടെ ബിസിനസ്സിനെയോ സ്പോർട്സിലോ സിനിമയിലോ ഒക്കെ ബാധിക്കുന്ന അവരുടെ പെർഫോമൻസ് വളരെ ക്രൂഷ്യലായിട്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഓൺ പെർഫോമൻസ്. അപ്പോൾ അവർക്ക് എപ്പോഴും അവരുടെ പെർഫോമൻസിനെ ഹയർ ലെവലിൽ നിർത്തേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഒരു ആൻട്രപ്രന്യൂറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും ഒരു ഹൈ എനർജി അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റില്ല. ഒരു CXOയെ സംബന്ധിച്ച് സെയിം ആണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സിലുള്ള ഒരാളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ ക്ലയൻസ് ആയിട്ട് വരാറുണ്ട്. അവർക്ക് കൊടുക്കുന്ന പ്രോട്ടോകോൾസ് ഡിഫറെൻ്റ് ആണ്. പീക്ക് പെർഫോമൻസ് പ്രോട്ടോകോൾസ് പലതുമുണ്ട്. അതിനകത്തും ന്യൂട്രീഷണൽ IVs വരും, ഇതേപോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ബയോ ഹാക്കിംഗ് പ്രോസസ്സസ് വരും. അവരുടെയും നേരത്തെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈ പറയുന്ന ജനറ്റിക് ടെസ്റ്റിനെ ബേസ് ചെയ്ത് പ്ലിമോ പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മളവിടെ ആ സെൻറ്റർ ചെയ്യുന്നത്. നമുക്ക് മറ്റ് ഒരു സെൻറ്റർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മറ്റ് ഇന്ത്യയിൽ പല സെൻറ്ററുകൾക്കും ഈ പ്രോട്ടോകോൾസ്, അതായത് ഈ ലോഞ്ചിവിറ്റി പ്രോട്ടോകോൾ, ലൈഫ് സ്റ്റൈൽ റിവേഴ്സൽ പ്രോട്ടോകോൾസ്, പീക്ക് പെർഫോമൻസ് പ്രോട്ടോകോൾസ്, ഇതുപോലുള്ള ബയോഹാക്ക് പ്രോട്ടോകോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോട്ടോകോൾസ് വെച്ച് റൺ ചെയ്യുന്ന പല സെന്ററുകളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യ മാത്രമല്ല, ദുബൈയിലുണ്ട്. ഇത് വിദേശങ്ങളിലൊക്കെ ഇത് പ്രചാരത്തിലുള്ളൊരു മെത്തേഡാണോ അതോ നമ്മളിവിടെ? വിദേശത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത്. ആക്ച്വലി US ആണ് ഈ ബയോ ഹാക്കിംഗ്, ലോഞ്ചിവിറ്റി ഇതിൻ്റെയൊക്കെ ഒരു ഹബ് എന്ന് പറയുന്നത് US ആണ്. നമ്മുടെ ഇങ്ങോട്ട് എത്തിയിട്ട് തന്നെ ഇല്ല ശരിക്കും നോക്കിയാൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ബയോഹാക്ക് സമിറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട് എല്ലാ വർഷവും. വേൾഡ് ബയോഹാക്ക് സമിറ്റ് എന്ന് പറയുന്നത് അത് ദുബൈയിലാണ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് അതങ്ങോട്ട് എത്തിയിട്ടില്ല. ദുബൈ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് വെസ്റ്റിനെ ഈസ്റ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ഹബ് എന്നുള്ള രീതിയിൽ ദുബൈ ചെയ്യുന്നതാണ്. ഇന്ത്യ ചെയ്യാന്നുള്ള ഉദ്ദേശം നമുക്കുണ്ട്. അതിനകത്ത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് മാത്രമല്ല, ന്യൂട്രീഷനിസ്റ്റുകളും വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ സമിറ്റിൽ നമുക്ക് കഴിഞ്ഞ വർഷം 1400-ലധികം ആൾക്കാർ വേൾഡ് ഓവറിൽ നിന്ന് വന്ന് പങ്കെടുത്തിരുന്നു ദുബൈയിൽ. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു അവയർനെസ് ആണ് ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജീൻ പരിശോധിച്ച് നമ്മുടെ രോഗങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞു. അത് നമ്മളൊരു തരത്തിൽ ഭയപ്പെടുത്തും കൂടെ അല്ലേ, നമുക്ക് കുറെ രോഗങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്നതെന്ന് പറയുന്നത്. അതെ, അതാണ് സാധാരണ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതാണ് നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് സാധ്യതയുള്ള റിസ്ക് ഉള്ള ഡിസീസുകൾ ഏത് തരത്തിലുള്ള ജീനുകളാണ്, ഏത് ജീൻ മ്യൂട്ടേഷൻസ് ആണുള്ളത്, അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് എന്താണെന്നുള്ള റിപ്പോർട്ടാണ് തരിക. അത് ശരിക്കും നമ്മൾ പാനിക് ആവത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളത് കൊടുക്കുന്നതല്ല. നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോഗ്രാമാണ്. ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട്, ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യാവുന്ന ഒരു ജീൻ വേരിയന്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് കണ്ടുപിടിക്കാൻ ജീൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ അച്ഛൻ മരിച്ചത് അങ്ങനെയാണ്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചത് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവും ആ ജീൻ, ഉണ്ട്. അത് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. നമുക്ക് അറിയേണ്ടതല്ല. ഈ ജീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ജനിച്ച കാലം മുതൽ എന്നോടൊപ്പം ആ ജീൻ വേരിയന്റ് ഉണ്ട്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെ എങ്ങനെ തടയാം, അത് ഓൺ ആവാതെ നോക്കണമല്ലോ. ഈ ഓൺ ആക്കുന്ന ഘടകം എന്താണെന്ന് കണ്ടെത്തുക, അതിനെയാണ് നമ്മൾ ട്രിഗർ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എൻ്റെ ടീം വർക്ക് ചെയ്യുന്നത്, നമ്മളുടെ ഒരാളുടെ ജനറ്റിക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഒരു ബ്ലഡ് റിപ്പോർട്ടും കൂടെ എടുക്കും, ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു കോറിലേഷൻ ചെയ്യും. ഈ കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇയാൾക്ക് ഇന്ന ജീൻ വേരിയന്റ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് സാധ്യതയുള്ള മറ്റെന്തൊക്കെ ജീൻ വേരിയന്റ് ഉണ്ടാവും. അങ്ങനെ ഒരു കോറിലേഷനിലൂടെ നമ്മളൊരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രിഗർ ഐഡന്റിഫൈ ചെയ്യും. ഈ ട്രിഗറിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം അവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അത് അവരുടെ ലൈഫിൽ അനുവർത്തിക്കുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് ഉണ്ടാകുന്ന മാറ്റം, എക്സസൈസ്. ഇപ്പോൾ പല ആൾക്കാരും
ഫിറ്റ്നസ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് പോയൊരു ജിമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. എത്രയോ സെലിബ്രിറ്റീസ് 10-40 വയസ്സിൽ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്താ കാരണം? എന്തിന്റെ കുറവുണ്ടായിട്ടാ? ചില ആൾക്കാർ കോവിഡ് വാക്സിനെ കുറ്റം പറയുന്നു. അത് മാത്രമൊന്നുമല്ല, ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ കാണുന്നത് ഒരാളുടെ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അയാളുടെ QT എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. QT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ QT ഗ്യാപ്പ് ചില ആൾക്കാരിൽ എക്സ്റ്റെൻഡഡ് ആണ്, പ്രൊലോങ്ഡ് ആയിട്ട് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ആൾക്കാർ, അത് അസുഖമൊന്നുമല്ല, ഇത്തരത്തിലുള്ള ആൾക്കാർ പോയിട്ട് ഈ ഹൈ ആയിട്ടുള്ള കാർഡിയോ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഹാർട്ട് ഫെയിലിയറിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയാണെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വെൽനസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോൾ അവർക്ക് അവരുടെ ജനറ്റിക് പ്രൊഫൈലും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാമും അവരോടൊപ്പം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. അതായത് ഒരിക്കൽ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണോ, അതോ അതിനൊരു നമുക്ക് അതനുസരിച്ച് നമുക്ക് ചിട്ടപ്പെടുത്താം. ഇപ്പം എനിക്ക് എന്റെ എപ്ലിമോ റിപ്പോർട്ട് വെച്ച് നോക്കിയാൽ എനിക്ക് കാർഡിയോ എക്സസൈസസ്, ഹൈ കാർഡിയോ എക്സസൈസസ് റെക്കമെൻഡഡ് അല്ല. അപ്പൊ ഞാൻ ഓടിപ്പോയിട്ട് അവിടെ പോയിട്ട് ജിമ്മിൽ പോയിട്ട് ആ ട്രെഡ്മില്ലിൽ കയറിയിട്ട് അതിഭീകരമായിട്ട് ഓടിയാൽ മിക്കവാറും ഞാൻ കുഴഞ്ഞു വീഴും. അപ്പൊ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വെയിറ്റ് എനിക്ക് ലിഫ്റ്റ് ചെയ്യാം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, അത് റെക്കമെൻഡഡ് ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സ്പെസിഫിക്കിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ലോസിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പലരും ഡയറ്റ് പ്ലാനുകളാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കാണാറുള്ള കീറ്റോ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഡയറ്റ്. അടുത്ത കാലത്ത് ഭയങ്കര അപ്പം അതായത് ഒരു ഫാറ്റ് ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് ആണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് കുറെ ആൾക്കാർക്ക് റിസൾട്ട് കൊടുക്കുന്നത് കുറെ ആൾക്കാരുടെ ഹെൽത്ത് ചാലഞ്ചുകളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഈ എപ്ലിമോ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാരുടെ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഈ ഫാറ്റ് മെറ്റബോളിസം, അതായത് നമ്മൾ കഴിക്കുന്ന ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമല്ലോ നമ്മുടെ ശരീരത്തിനകത്ത്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ചില ജീനുകളുണ്ട്. ഈ ജീൻ മ്യൂട്ടേറ്റഡ് ആണെങ്കിൽ അതിന് ഇംപെയർഡ് ഫാറ്റ് മെറ്റബോളിസം എന്ന് പറയുക. അപ്പൊ ഇംപെയർഡ് ഫാറ്റ് മെറ്റബോളിസം ഉള്ള ആൾക്കാർ ഹൈ ഫാറ്റ് ഡയറ്റ് കഴിച്ചാൽ അവർക്ക് ഹെൽത്ത് ചാലഞ്ചസ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ ശരിക്കും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ എടുത്താലും പല പ്രോഗ്രാമിലും മെഡിക്കൽ ഡോക്ടേഴ്സ് ചിലർ കുറെ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നതാണ്. അത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസ് എന്താണ്, നമ്മുടെ ശരീരത്തിന് പോസിറ്റീവ് ഇമ്പാക്ട് വരുന്ന എക്സസൈസ് എന്താണ്, നെഗറ്റീവ് ഇമ്പാക്ട്. ചില ആൾക്കാർ എത്രയോ നാളായിട്ട് എക്സസൈസ് ചെയ്തിട്ടും ഒരു മാറ്റം അയാളുടെ ബോഡിയിൽ ഉണ്ടാവുന്നില്ല. അവർക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന എക്സസൈസിന്റെ കുഴപ്പമില്ല, ചെയ്യുന്ന എക്സസൈസ് അവർക്ക് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് വരുന്നതാണ്. അതും നമുക്ക് ഈ ഒരു എപ്ലിമോ പ്രോഗ്രാമിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്ര പ്രായമുള്ള ഒരാളായിരിക്കും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത്? അതായത് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയേണ്ടത് ഏതൊരു പ്രായത്തിലായിരിക്കണം? നമ്മുടെ ജനറ്റിക് പ്രൊഫൈൽ ഒരിക്കലും മാറില്ല. നമ്മൾ ജനിക്കുന്ന മുതൽ മരിക്കുന്ന വരെ നമ്മുടെ ജനറ്റിക് പ്രൊഫൈൽ സെയിം ആയിരിക്കും. എപ്പോൾ ടെസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഒന്നും തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ റെക്കമെൻഡേഷൻസ് മാറാം. കാരണം ജനറ്റിക് പ്രൊഫൈലും കിട്ടും നമുക്ക്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എപ്ലിമോ എന്നുള്ള പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ ജനറ്റിക് ടെസ്റ്റിംഗ് മാത്രമല്ല അതിനകത്ത് മെറ്റബോളിക് പ്രൊഫൈലിംഗ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഹെൽത്ത് അസസ്മെന്റ് ഉണ്ട്. എന്നിട്ട് അതിന് രണ്ടിനെയും കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കാലത്തിനനുസരിച്ച് മാറിയിരുന്നു. പക്ഷേ ജനറ്റിക് പ്രൊഫൈൽ ഒന്ന് തന്നെയാണ്. അപ്പം ഏത് സമയത്ത് എടുത്താലും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ ഏത് പ്രായത്തിലുള്ള ഒരാൾക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ 1 ml സലൈവ കിട്ടാവുന്ന ആർക്കും എടുക്കാം. സലൈവയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലഡിൽ നിന്നും എടുക്കാം, സലൈവയിൽ നിന്നും എടുക്കാം. സോ നോർമൽ ഈസി ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് സലൈവയാണ്. അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഭാവിയിൽ വരാൻ ഏതൊക്കെ. യെസ്, നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സംഭവങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് നമ്മുടെ ഈ കാലത്ത് ഉണ്ടാക്കി വെക്കാൻ പോകുന്ന പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മോട്ടിവേഷണൽ ട്രെയിനിങ് തുടങ്ങി ഇപ്പൊ ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനിൽ എത്തിയേക്കുവാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യം നമ്മൾ എല്ലാ ആൾക്കാരും ഒരു ഗ്രോത്തിന്റെ സക്സസിന്റെ സീക്രട്ട് ആയിട്ട് പലരും കരുതിയിരുന്നത് പണ്ടത്തെ തിയറി എന്ന് പറയുന്നതൊക്കെ മൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. പിന്നീട് അത് ബ്രെയിൻ റിലേറ്റഡ് ആയി. പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി ആക്ച്വലി ഇതൊരു എൻ്റയർ ഹോളിസ്റ്റിക് ആണിത്. ബേസിക്കലി നമ്മളുടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഒരു വെൽത്ത് റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. WHEALTH വെൽത്ത് റിട്രീറ്റ്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറയുന്നത് പഴഞ്ചനായിപ്പോയി. അപ്പം ഹെൽത്തും വെൽത്തും കൂടെ ചേർത്ത് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഏകദേശം ബ്രഹ്മ തന്നെയാണെങ്കിൽ ഇപ്പം 2008 മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1000-ൽ കൂടുതൽ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ക്ലയൻസ് പറയുമ്പം ഈ MSME സെക്ടർ ആണല്ലോ. അപ്പോൾ അവിടെ ഡീൽ ചെയ്യുന്നത് നമ്മളുടെ ടീം കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നതൊക്കെ അതിന് ആൻട്രപ്രന്യൂഴ്സുമായിട്ടാണ്. അതിൽ ചില ആൾക്കാർ ചില കാരണങ്ങളാൽ ഞാനുമായിട്ട് ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്.
അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബേൺ ഔട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ആന്റർപ്രന്യൂഴ്സ് തന്നെ. ചില ആൾക്കാർക്കൊക്കെ പലതരത്തിലുള്ള സിൻഡ്രോംസ് ഉണ്ട്. ചില ആൾക്കാർ ഒരു ലെവൽ എത്തുമ്പോൾ തന്നെ അവർക്കെല്ലാം മതിയായെന്നൊരു തോന്നൽ. ചിലർക്ക് വല്ലാതെ ഒരു 40-45 എത്തുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഫറ്റീഗ്, ബ്രെയിൻ ഫോഗ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ തെറ്റുന്നു. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും ഇവർ പല കോച്ചസിൻ്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വിഷൻ ശരിയാവാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ വിഷൻ ബോർഡ് ഒന്നുകൂടെ നിങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വിഷനും മിഷനും ഒക്കെ നമുക്ക് വേണം ബിസിനസ് വിജയിക്കാൻ, ഒരു സംശയമില്ല. എക്സ്പെർട്ടൈസും ഉണ്ടാവണം. ഞാൻ ഏത് ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ, നിങ്ങൾ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ വിജയിക്കണമെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് ഉണ്ടായേ പറ്റൂ. പക്ഷെ ഇത് രണ്ടും മാത്രമല്ല ഒരാളെ ജീവിതത്തിൽ നയിക്കുന്നത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള വ്യക്തമാണ്. പ്രധാനമായിട്ട് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ്. ഈ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ എക്സിക്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. എക്സിക്യൂട്ടീവ് സെന്റർ എന്നാണ് ബ്രെയിനിനെ പറയുന്നത്. അപ്പൊ ഈ ബ്രെയിനിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്കൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബ്രെയിനിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആകുക എന്ന് പറഞ്ഞാൽ ബ്രെയിനകത്ത് ന്യൂറോ കെമിക്കൽസ് ഉണ്ട്, പലതരത്തിലുള്ള ന്യൂറോ കെമിക്കൽസ് ആണ്. ഈ ന്യൂറോ കെമിക്കൽസ് ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വിഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷനുകൾ തെറ്റിയെന്ന് വരാം. ഇപ്പൊ ഹൈപ്പോ തൈറോയിഡിസം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള സ്ത്രീകളാണ് കൂടുതൽ കാണുന്നത്. നമ്മളുടെ സ്റ്റഡി അനുസരിച്ച് പറയുമ്പം ചിലപ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാവാം എങ്കിൽ പോലും അത്തരത്തിലുള്ള വിമൻ ഡിസിഷൻ മേക്കിംഗ് പവറിൽ ഇരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഭൂരിഭാഗം തെറ്റായിരിക്കും. അവർ തീരുമാനം എടുക്കുകയും ചെയ്യും, അത് തെറ്റിപ്പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിക്യൂഷനിൽ ഹോർമോൺസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. മനസ്സിനെ എംപവർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ എന്നാണ് പറയുക, രണ്ടു കൂട്ടരിലും ഉണ്ടെങ്കിൽ പോലും ഈ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ബേസിക്കലി നമ്മളുടെ ഒരു റിസ്ക് ടേക്കിംഗ് സെക്സ് ഹോർമോൺ മാത്രമല്ല, നമ്മുടെ റിസ്ക് പ്രൊപ്പൻസിറ്റി, അഡ്വഞ്ചർ, ഇതൊക്കെ ടെസ്റ്റോസ്റ്റിറോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 200 മുതൽ 800 വരെയാണ്. ഒരു പുരുഷൻ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ ടെസ്റ്റോസ്റ്റിറോൺ 200-നും 800-നും ഇടയ്ക്കാണെങ്കിൽ അയാൾ ഹെൽത്തി ആണെന്നാണ് പറയുക. പക്ഷെ വളരെ വളരെ ബ്ലണ്ടായിട്ട് എനിക്ക് പറയാം, ചലഞ്ച് ചെയ്യേണ്ട ഒരു ചലഞ്ച് തൊട്ടെ, ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ 600-ന് താഴെയുള്ള ഒരു ആൾക്കും ആന്റർപ്രന്യൂറിയൽ ലെവലിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടം പോലെ കേസുകളാണ് കാണുന്നത്. അപ്പോൾ ഒരാൾ എത്ര വിചാരിച്ചു എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ പോലെയല്ല, പേടിയാണിപ്പോൾ. പലതും അങ്ങോട്ട് മുമ്പിൽ വിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. പല കാര്യം എടുത്തിട്ട് എൻ്റെ മനസ്സ് മുഴുവൻ പേടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പോയിട്ട് സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മാത്രം പോരാ. കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വളരെ ലോ ആയിരിക്കും, നിങ്ങൾക്ക് റിസ്ക് എടുക്കാനേ പറ്റില്ല. അപ്പോൾ ബേസിക്കലി അങ്ങനെ നോക്കിയാൽ ഒരു ആന്റർപ്രന്യൂറുടെ, ഒരു ആർട്ടിസ്റ്റിൻ്റെ, അങ്ങനെ ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയിക്കണം താല്പര്യപ്പെടുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോഡിയും അവൻ്റെ ബ്രെയിനും മൈൻഡിനെയും ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ലക്ഷ്യങ്ങളിൽ എത്തുള്ളൂ. നമ്മൾ വൻ വിജയങ്ങൾ നേടിയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ ഇവരിൽ പല ആൾക്കാരും അറിയാതെ തന്നെ ഇവരിത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും വിജയിച്ചിട്ടുള്ള പല ആൾക്കാരുമായിട്ടും സംസാരിക്കാനുള്ള ചില ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയാമോ? ഞാൻ പറയുന്നത് ജോയേട്ടൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരിക്കൽ ജോയേട്ടനൊക്കെ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ജോയ ലൂക്കസ് ഒരേ സമയം 3-4 കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി, എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും കാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിൽ, ശോഭാ സിറ്റിയിലുള്ള വീടിന്റെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളോട് സംസാരിക്കുന്നു. നമ്മളിപ്പോൾ സിനിമയിലെ കട്ട് പറയില്ല, കട്ടൊന്നും പറയുന്നില്ല, അതിനോട് ചേർന്ന് തന്നെ അടുത്ത ആളോട് പറയുന്നത് ലണ്ടനിലെ UK എവിടെയോ ഉള്ള ഷോറൂം ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്ര ഷാർപ്പാണ് ഇവരുടെ ബ്രെയിൻ. ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു ബ്രെയിൻ ഉള്ളതെന്നോ അവരുടെ ഹോർമോണിൽ ഞാൻ ചെക്ക് ചെയ്തൊന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് സം പീപ്പിൾ ഹാവ് ഗോട്ട് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവരൊക്കെ ആരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ഇവരൊക്കെ സക്സസ്ഫുൾ ആയി. ബേസിക്കലി ഞാൻ കാണുന്നത് വെച്ചാൽ ഇവർക്കൊക്കെ നോക്കുകയാണെന്ന് ദേ ഹാവ് ഒപ്റ്റിമൈസ് ബ്രെയിൻ, ഒപ്റ്റിമൈസ് ബോഡി. ഇവർക്കൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. അതൊന്നും അല്ല ഇതിനകത്തെ പ്രശ്നം. നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻ ബ്രെയിൻ അത് ഒപ്റ്റിമൈസ്ഡ് ആണോ? നമ്മളുടെ എനർജിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ബോഡി, നമ്മുടെ സെൽസ്,
നമ്മുടെ ശരീരത്തിൽ 60-70 ട്രില്യൺ സെല്ലുണ്ട്. ഈ ഓരോ സെല്ലിനകത്ത് 1000-ഓളം മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഹൗസ് ഉണ്ട്. ഇത് പണി മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്ത് വലിയ ആന്ത്രപ്രന്യൂർ ആണെന്ന് പറയുന്ന കാര്യമില്ല. അപ്പൊ ഇതിനെ ഒപ്റ്റിമൈസ്ഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ ഈ ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷനുമായിട്ട് കഴിഞ്ഞ 10-25 വർഷമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പറായിട്ട് റിസർച്ച് ചെയ്യുന്ന ആയതുകൊണ്ടാണ് നമുക്ക് ഈ കൂടുതൽ അഗാധമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ സയൻസിനോട് എനിക്ക് ഭയങ്കരമായുള്ള ഒരു താല്പര്യവും കൂടി വരുന്നതുകൊണ്ടാണ്. പിന്നെ വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടും. ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരാളുടെ ബോഡിയും ബ്രെയിനും മനസ്സിനെയും ഒപ്റ്റിമൈസ് ലെവൽ ഫംഗ്ഷൻ ചെയ്യിക്കാൻ പറ്റിയാൽ, ഈ ഒപ്റ്റിമൈസ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യിക്കും? ഇപ്പം താങ്കളൊരു സംരംഭകനോട് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആദ്യം ഒന്നാമത്തെ കാര്യം അവർ അവെയർ ആവണം. പിന്നെ 2, ഈ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അതാണ് നമ്മൾ ഈ ബയോ ഹാക്കിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ മൈറ്റോകോൺട്രിയാസിന്റെ ഫംഗ്ഷൻ കൂട്ടുക, അതിനുള്ള മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിനിന്റെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യുക, ഇന്ന് അതിനുള്ള മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല. മരുന്ന് കഴിക്കേണ്ടി വന്നു വരും. പക്ഷെ അല്ലാതെ തന്നെ അതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നും വേണ്ടോ, രാവിലെ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ A2 ഗീ ഞാൻ പറയാൻ കാര്യം, ഈ നാടൻ പശുവിന്റെ നെയ്യ്, മറ്റേ പശുവിന് പറ്റത്തില്ല, കാരണം അത് ഇൻഡസ്ട്രിയൽ ഗീ ആണ്. അത് പോലും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ മാസീവ് ആണ്. അത് ബ്യൂട്ടറേറ്റ്സ് എന്ന് പറയുന്ന ലെവലിൽ, അതായത് ഷോർട്ട് ചെയിൻ അമിനോ ആസിഡ്സ് കൂടുക, അങ്ങനെ കുറെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂട്ടുക, അത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻസിനെ എൻഹാൻസ് ചെയ്യുക. അങ്ങനെ കുറേ മെത്തഡോളജി ഉണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് പറ്റുന്ന അവർ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൺട്രോൾ അല്ല, അവരുടെ ഭക്ഷണം എങ്ങനെ ചിട്ടപ്പെടുത്താം, അവരുടെ ശരീരത്തിന്റെ മൂവ്മെന്റ് എങ്ങനെ ചിട്ടപ്പെടുത്താം, പോസ്ചർ കറക്ഷൻ, ഇതൊക്കെ വളരെ ക്രിട്ടിക്കലാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരാളുടെ ലൈഫിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസീസ് പ്രിവെൻഷൻ, ഇതെല്ലാം അതിന്റെ പാർട്ടാണ്. അങ്ങനെയാണ് നമ്മൾ HPO, ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആക്ച്വലി ഇന്നിപ്പം ഏറ്റവും കൂടുതൽ അത് റിസീവ് ചെയ്യുന്ന ആന്റർപ്രന്യൂവേഴ്സ് ആണ്. കാരണം അവർക്കാണ് അവരുടെ പെർഫോമൻസ് ബാധിച്ച അവരുടെ ഓർഗനൈസേഷൻ, അവരുടെ ടീം എല്ലാവരെയും ബാധിക്കും, പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. അപ്പൊ അത് ഇവിടെ മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെ അവതരിപ്പിക്കുന്നുണ്ടോ അവിടെ എല്ലാം വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു ടോട്ടൽ പ്രോഗ്രാമാണ്.